നമ്മൾ തമ്മിൽ കാണുവാനും തമ്മിൽ നമ്മളടുക്കുവാനും വീതിച്ചുള്ള നാഥനിൻ്റെ മറന്നു പോയി. നമ്മുടെ വാരിയെല്ലോ ചേർത്തു വയ്ക്കാൻ മറന്നു പോയി. പിരിഞ്ഞു പോകുമ്പോൾ തനനാനാനാനാന ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ചാനലിലെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും. നിങ്ങളൊന്ന് പറയും. സബ്സ്ക്രൈബ് അല്ല, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിരൽ തുടങ്ങി. അതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഉമ്മ റിക്കവറായി വരുന്നുണ്ട് ഗൈസ്, അല്ലേ? നിങ്ങൾ റിക്കവറായില്ലേ? അതായത് കല്യാണം കഴിഞ്ഞു, ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കൽ കഴിഞ്ഞു, ഒരുവിധം തിരക്കുകളെല്ലാം കഴിഞ്ഞു. ഉമ്മ റിക്കവർ അടിക്കാതെ അതെന്തിനാ? നിങ്ങൾ എന്തിനാ പറയും പോലെ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ മണ്ടിയെ? അതെന്തിനാ? നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല? ചക്കര കരണിന്നല്ല അവിടെ നിന്നിട്ട്. ആ ഒരു നിമിഷം ഞാനൊന്ന് ഒന്ന് ചോദിച്ചു നോക്കട്ടെ, എന്തായിരുന്നു ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആ കല്യാണ വീട്ടിൽ നിന്ന് അവരെല്ലാം തനിച്ചാക്കി പോകുമ്പോ ഫീൽ ആവുമോ? എന്താ ഉണ്ടാവുക? കുടുംബക്കാരൊക്കെ വന്നിട്ട് അല്ലേ? പിന്നെ അത് മാറി വരണമെങ്കിൽ മക്കളും കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ആവണല്ലേ? ഓക്കെ, ആ ഫീലിംഗ് ആർക്കെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചോട്ടെ. നമുക്ക് ആ ഫീൽ ഉണ്ടായിരുന്നോ? എന്താ കൊമ്പിടാനൊന്നും പറ്റേ? നമുക്ക് ആ ഫീൽ ഉണ്ടായിരുന്നോ? ഏത് നമ്മളെ എൻ്റെ പെരക്കാരോട് വന്നിട്ട് അവര് പോകുമ്പോ എല്ലാവർക്കും ഉണ്ടാവുന്നു. കുടുംബത്തിന്ന് ഒരാളെ എല്ലാവരും പെണ്ണിനെ ഇറക്കി വിട്ട അവിടെ എന്താവോ? ഇവിടുത്തെ സ്വസ്ഥത നമുക്ക് അവിടെ കിട്ടില്ലേ? ഇവിടുത്തെ ഇതും കിട്ടൂലേ എന്നൊക്കെ ഇങ്ങനെ അമ്മയുടെ ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചക്കരക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാട്ടോ, കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാറ്റം വരുന്നുള്ളത് കണ്ടറിയാം അല്ലേ? അതായത് ഒരു ഒതുക്കം വെച്ചിക്കണ്, ആ തുമ്പറകളി മാറിയിക്കണ്, ആ പൊട്ടത്തരം മാറിയിക്കണ്. കാരണം എന്തെങ്കിലും ആൾക്കാർ വിചാരിക്കോ വെച്ചിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യാലോ, തോന്നിയതൊക്കെ ചെയ്യാലോ. ഓക്കെ, അപ്പൊ എന്തായാലും അവരാരെ കൂടിയാൽ കീറിയതും ഞാൻ ചക്കരക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മാറ്റം, അതായത് അച്ചടക്കത്തില് തട്ടിടാൻ പഠിച്ചിരിക്കണം. ഞാനിവിടെ ഒരു 100 വട്ടം പറഞ്ഞാലും ഓൾക്ക് ആ മുമ്പിൽ മറ്റേ 2 കോലി നിൽക്കണമാതിരി നിൽക്കണം. ഞാനൊരു 100 ഞാൻ എപ്പോഴും തെറ്റണത് അതിനാണ്. പിന്നെ അവിടെ ചെന്നപ്പോ ഞാൻ എന്താ ആകെ ഒതുങ്ങിപ്പോയി. ഇവിടുത്തെ നരി അവിടെ പൂച്ചയായി നമ്മ പറയണത്. പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങില് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മോഡൽസിൽ മാറ്റമൊന്നും പറ്റില്ല. അത് ചിലപ്പോൾ ഇനി മാറില്ലേ എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ആ മാക്സിന്ന് മുറ്റ് പിടിച്ച് ഇപ്പൊ ചുരിദാറുമ്പൊക്കെ എത്തിക്കണം, സാധാ ഡ്രസ്സുമ്പൊക്കെ എത്തിക്കണ്. ശരിക്കും ആ ഫംഗ്ഷനിലൊക്കെ എല്ലാവരും തലേ ദിവസം നമ്മൾ കുടുംബക്കാരൊക്കെ പോകുമ്പോൾ ചക്കര ഉണ്ട്, നല്ല ഡ്രസ്സാ, നല്ല എന്താ പറയാ, അതിനെന്താ സിനിമ പറയാ, നമ്മളെല്ലാരും കുടുംബക്കാര് പോയപ്പോഴേ സാധാ ഒരു പെണ്ണുങ്ങൾ എന്താ ചെയ്യാ, പാർട്ടി വെയർ ഡ്രസ്സാണ് എല്ലാവരുടെ. ഓൾ അപ്പോഴും അതാട്ടിക്കണം, അതൊക്കെ മാറി വരും ഇൻഷാ അള്ളാ. അപ്പോൾ അങ്ങനെ എന്തായാലും ഉമ്മങ്ങൾ റിക്കവർ ആയില്ലേ? അത് കേട്ടാ മതി. എന്നപ്പോ ആവുക? നിങ്ങൾക്ക് എന്നാ റിക്കവർ ആവാൻ പറ്റുക? ഓള് വന്ന പിന്നെ ഓള് പോയില്ലേ? കെട്ടിച്ചു വിട്ടിക്കാണ്. അല്ലാതെ ഞങ്ങളെ ടൂറിന് വിട്ടിക്കല്ലേ മസലപൊടിക്കേ. ഓള് കൊല്ലത്തേക്ക് കെട്ടിച്ചു വിട്ടിറക്കാണ്. എന്തായാലും ഗൈസ്, ഉമ്മ റിക്കവർ ആയിട്ടില്ല. ഉമ്മ ചെറിയ കളിയൊക്കെ കണ്ടപ്പോൾ റിക്കവർ ആയി വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. മറ്റേത് ഒറ്റക്ക് നിൽക്കുക, ഒറ്റക്ക് ഇരിക്കുക. ഇപ്പോഴും എപ്പോഴും സനാനെ വിളിക്കുന്നിടത്ത് ചക്കരേന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? വിളിക്കുന്നില്ലേ ഗൈസ്? ഉമ്മാനെ ശരിക്കും മുടി ഞാൻ അധികം കയറി വരുമ്പോൾ രണ്ടാളും ഉമ്മറപ്പടിയിൽ ഇരുന്ന് മുടി നേരാക്കി കൊടുക്കുന്ന ആളാണ്. ഇനി ആരെങ്ങൾക്ക് മുടി നേരാക്കി തരിക? അപ്പൊ മക്കളായി വരുമ്പോ കെട്ടിച്ചു കൊടുത്താലും ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താവും? ആർക്കും ഉണ്ടാവും, ഇടങ്ങേറൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. ഇപ്പൊ ഓള് കെട്ടാച്ചരക്കായിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്താ പറയാ ആൾക്കാര്?
വെള്ളമൊക്കെ കണ്ണിന്ന് പുഴ പോലെ ഗൈസ് ഒറ്റ. നിങ്ങൾ റിക്കവർ ആയി പറഞ്ഞിട്ട് അടുത്ത് ഇത് ഇനി എന്നാ ആവുക റിക്കവർ? ഈ കരച്ചിലിന് ഒരു അന്ത്യമില്ലേ ഗൈസ്. ഇത് എന്നും ഞാൻ ക്യാമറ ആയിട്ട് എനിക്ക് വരാൻ തന്നെ മടിയിക്കണേ. ഇവരുടെ അടുത്തേക്ക് വന്ന് ചക്കൻ്റെ കാര്യം പറഞ്ഞ ഉമ്മ കരച്ചിൽ തുടങ്ങി. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇനി അതേ മാറ്റങ്ങളൊക്കെ പിന്തുടർന്ന് പോട്ടെ അല്ലേ. എന്തായാലും ഒക്കെ റാഹത്തായിട്ട് നടക്കട്ടെ. പിന്നെ അവിടുത്തെ ഉമ്മാക്ക് വയ്യാതെ എന്താ പറ്റിയമ്മ? വീണിക്കത്രേ, മണ്ടത്ത് വീണിക്കത്രേ. മണ്ഡപത്ത് വീണിക്ക് അല്ല, അവിടുന്ന് വീണിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ. കുഴപ്പമുണ്ട്, നമ്മള് ചെല്ലിച്ചിട്ട് ചെല്ലുമ്പോ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായി. ഓക്കെ. അപ്പോൾ ഉമ്മാക്ക് എന്തോ പറ്റിക്കണമെന്ന് പറഞ്ഞ് എന്താ ഇന്നലെ ഹോസ്പിറ്റലിലെ വീഡിയോ കണ്ടു. ഞാൻ ഇന്ന് വിളിച്ചോ കണ്ടോ കുറച്ച് കഴിഞ്ഞ്. ഞാൻ എപ്പോഴാണ് ആ വീഡിയോ കാണുന്നത്. എന്താ അറിയില്ല, മണ്ഡപത്തിൽ നിന്ന് എന്തോ വീണുന്നോ എന്തോ പറഞ്ഞു. കൈ ആര് ഫിസിയോതെറാപ്പി ചെയ്യാണ്ടത്ര. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റിക്കവർ ആയി വരുന്നില്ല, റിക്കവർ ആവും ഇൻഷാ അല്ലാഹ്. അനക്ക് എന്താണ് ചക്കര പോയിട്ട് എന്താ എൻ്റെ ഫീലിംഗ് എന്താ? ചക്കര ഇല്ലാത്തൊരു ഡേ ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. എന്താണ് ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ 2 ആൾ ഇവിടെ അടുക്കളയിൽ ഉണ്ടാവും, 3 ആള്. അപ്പോൾ ആ ഒരാ എണ്ണം കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഉമ്മ നിങ്ങളൊക്കെ വെക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? എന്ത് ഉമ്മാനെ വിളിച്ച് പറഞ്ഞിരിക്കണത്ര പണിയൊന്നും അറിയില്ല, പണിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തോളീന്ന്. അപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, പഠിപ്പിച്ചു കൊടുക്കാതെ. അതെന്താ അവിടെ ബ്രെഡ് കംപ്ലീറ്റാ? കഷ്ണം ഇടാത്ത സാമ്പാർ വെക്കണം. ഞാൻ ആദ്യമായിട്ട് വെക്കണം. അതിന് സാമ്പാറൊന്നും പറയില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ അതാണ്, ചക്കര അല്ലാഞ്ഞിട്ട് മിസ്സിങ് ആണ്. അപ്പോൾ അതായത് ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ 2 ആൾ ഇവരാണ് ഒരുമിച്ച് ചോറുന്നലും ചായ കുടിക്കലിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. അപ്പം സിനുവിന് അതൊരു മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട്. ഉമ്മാടെ മിസ്സിങ് ഇപ്പോഴും അത് മാറിയിട്ടില്ല. പിന്നെ എൻ്റെ മിസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം ചക്കരയെന്ന് വിളിച്ചിട്ടാണ് ഞാൻ കയറല് അല്ലേ. അല്ലെങ്കിൽ ഉമ്മ ചക്കര എവിടെ, അല്ലെങ്കിൽ എവിടെ പോയി, അങ്ങനെയാണ് നമ്മൾ ചോദിക്കൽ. അപ്പോൾ എന്തായാലും അത് എനിക്കൊരു മിസ്സിങ് ആണ്. അത് ഇനി മാറി വരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പോൾ വല്ലാതെ നമുക്ക് അറിയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് സിനു പോവും, സൗഫി പോവും, കുട്ടികൾ പോവും. അപ്പോഴാണ് ഉമ്മ കുളിരിൽ തോരുതേ. എന്തിന് നിങ്ങൾ ശരിക്കില്ലേ പ്രൗഡാവണം. 2 മക്കളെയും കെട്ടിച്ചു വിട്ട് നല്ല രീതിക്ക് കെട്ടിച്ചു വിട്ട് ദൂരം പോട്ടെ. ദൂരത്തേക്ക് പോയാൽ എന്താ, ദൂരൊക്കെ ഒരു വിഷയം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതിപ്പോ ഇനി എടുത്തേക്ക് കെട്ടിച്ചിട്ട് അവൾ സമാധാനം അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇത് ദൂരം പോയിട്ട് കുളിയിൽ വന്നിരിക്കാത്ത പ്രശ്നമാണ് നിങ്ങൾക്ക്. അതിന് നമ്മൾ മന്ദബുദ്ധി എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ്, സോഫി മക്കളും കുട്ടികളും അവിടെ പുറത്തിരുന്ന് പേ നോക്കുകയാണ് കേട്ടോ. ഞാനത് അങ്ങോട്ട് പോകാത്ത മുടി കാണണ്ട വെച്ചിട്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ഇതാണ്. ഉമ്മ രാവിലെ ചെറിച്ച് കളിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാച്ചിട്ട് വന്നതാണ്. നോക്കുമ്പോൾ ആ ചെറിയ കളിയൊക്കെ തന്നെ. ഇത് റിക്കവർ ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലേ. എന്തായാലും റിക്കവർ ആയി പറയും. ആയിട്ടില്ലേ? റിക്കവർ ആയിട്ടില്ല. ഇനി എന്നാ ആവും? ഇനി എന്നാ ഒരു വരുന്നേ? 14-ാം തീയതി നമുക്ക് വിരുന്ന് വെക്കണ്ടേ? ഓലെ ഇങ്ങോട്ട് വിരുന്ന് വിളിക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടമ്മ, ഓലെ വിരുന്ന് വിളിക്കുമ്പോൾ ആർക്കൊക്കെ ഓലെ വിരുന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് വിരുന്ന് വിളിക്കാൻ പറയട്ടോ. എന്തിനാന്നറിയോ? ആയിട്ടുള്ള ഇടക്കിടക്ക് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ട. ഇവിടെ നിന്നിട്ട് എവിടേക്കാച്ച പോണെങ്കിൽ ഇവിടെ 10 എത്ര ദിവസം നിന്നിട്ട് ഇവിടുന്ന് വിരുന്നുകളൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് പിന്നെ പോയിക്കോളാൻ പറയല്ലേ. അതാവും നന്നാവും. അല്ലെങ്കിൽ ഇടക്കിടക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആകെ ക്ഷീണിക്കും. ഓക്കെ, ഒന്ന് കല്യാണം കഴിഞ്ഞ വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വഴിയേ വരും. എന്തായാലും ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ റിക്കവർ ആവുമെന്ന് വിചാരിച്ച വീഡിയോയിൽ റിക്കവർ ആയിട്ടില്ല. വീണ്ടും പൊട്ടി കരഞ്ഞു ഉമ്മ. ഗൈസ്, ഈ കരച്ചിൽ വീഡിയോ എടുക്കാൻ വലിയൊരു താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ കരയാണ്. അങ്ങനെ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. നമ്മളെ കല്യാണവും കാര്യങ്ങളും എല്ലാം ഒതുങ്ങി ഇനി വിരുന്നും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ സന്തോഷകരമായ പല കാര്യങ്ങളും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഫാമിലിയിലൊക്കെ കുറച്ച് ദിവസമായിട്ടൊക്കെ അടിപൊളി സംഭവങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
എല്ലാവർക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.